ഹായ് ഡിയേഴ്സ്, ദിസ് ഇസ് വിഷ്ണുപ്രിയ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ യു എയിൽ വിസിറ്റിംഗ് വിസ എടുത്ത് വന്ന് ജോലി അന്വേഷിച്ച സ്റ്റോറി ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇപ്പം കറൻ്റ്ലി യു എയിലുള്ളവരും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നവരും ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ ഒരു വീഡിയോയിൽ ഒരാഴ്ച എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നീട് ഞാൻ അപ്ലൈ ചെയ്യുന്ന രീതി മാറ്റി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോൾസ് കിട്ടിയതെന്ന് മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് എന്ത് മെത്തേഡാണ് മാറ്റിയത് അല്ലെങ്കിൽ എന്ത് ചേഞ്ചസ് ആണ് വരുത്തിയതെന്ന് പലർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഇതുവരെയും ഇൻ്റർവ്യൂ കോൾസ് കിട്ടാത്തവരും അതുപോലെ റിന്യൂ ചെയ്തിട്ട് നിൽക്കുന്നവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു ഈ ഒരു ടിപ്പ്. ഞാൻ വരുത്തിയ ചേഞ്ച് എന്താണെന്നുള്ളത് അറിയുമ്പോൾ മേ ബി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. യൂസ്ഫുൾ ആകുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ അറിയിക്കുക. ഞാൻ യു എയിൽ വന്ന് ജോലി അന്വേഷിച്ച എൻ്റെ എക്സ്പീരിയൻസും ഇതിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടു നോക്കുക. ഹായ് ഓൾ, ദിസ് ഇസ് വിഷ്ണുപ്രിയ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെല്ലൈക്കൺ ഓൺ. യു എയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ നാട്ടിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. നിങ്ങളാണെങ്കിലും ഇനി വരാനിരിക്കുന്നവരാണെങ്കിലും ഒരു സിമ്മ് സംഘടിപ്പിച്ചിട്ട് നാട്ടിൽ നിന്ന് തന്നെ സി വി ഒക്കെ പ്രിപ്പയർ ചെയ്ത് ആ ഒരു സിമ്മിലെ നമ്പർ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സി വി വെച്ച് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് ശ്രമിച്ച് നോക്കുക വരുന്നതിന് മുമ്പ് തന്നെ. എനിക്ക് ഇവിടുത്തെ സിമ്മ് എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ സിമ്മ് എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ സിമ്മിലെ നമ്പർ ഞാൻ എൻ്റെ സി വിയിൽ കൊടുത്തിട്ട് ആ സിം ഇവിടെ ആക്ടിവേറ്റ് ആക്കി OTP എടുത്ത് വാട്സപ്പ് നാട്ടിൽ നിന്ന് തന്നെ ആക്ടിവേറ്റ് ആക്കി. എന്നിട്ട് സി വിയും അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു സി വി വെച്ച് ഇൻഡീഡിലും നോക്കറി ഗൾഫിലും അതുപോലെ തന്നെ ലിങ്ക്ഡിനിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ഒരു 1 വീക്ക് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ജനുവരി 19 ഞാനിവിടെ വന്നത്. അപ്പോൾ ജനുവരി ഒരു 14th 10th ഒക്കെ മുതൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്ലൈ ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് എടുത്ത് നമ്മളിവിടെ വരുന്നതല്ലേ. സോ എന്തെങ്കിലുമൊക്കെ ഇൻ്റർവ്യൂ കോൾസ് വരുമോ മെയിൽസ് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ശ്രമിച്ച് നോക്കിയത്. ഒരുപാട് പേര് വിസിറ്റിൽ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല, ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കി എന്തെങ്കിലും കോൾസൊക്കെ വരുന്നുണ്ടോയെന്ന്. പക്ഷേ മെയിൽസ് വരുന്നുണ്ടായിരുന്നു. ഇത്രാം തീയതി ഇൻ്റർവ്യൂ ഉണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുള്ള മെയിൽസ്. ഇവിടെ വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ആ വന്ന മെയിൽസൊക്കെ എന്താണ് ഏജൻസി ആണെന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ മെയിൽസ് കിട്ടിയപ്പോൾ ഒരു കോൺഫിഡൻസ് ആയിരുന്നു, എന്തായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിവേ അങ്ങനെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ടും അന്ന് അപ്ലൈ ചെയ്ത അതേപോലെ തന്നെ ഇൻഡീഡിൽ കയറിയിട്ട് കാണുന്ന വേക്കൻസികൾ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 1 month നോക്കാം. എന്നിട്ട് ഇൻ്റർവ്യൂ കോൾസ് ഒന്നും കിട്ടുന്നില്ല, അക്കൗണ്ട്സ് കിട്ടുന്നില്ല എങ്കിൽ ഈ 1 month കഴിഞ്ഞതിന് ശേഷം ജനുവരി 19 തൊട്ട് ഒരു ഫെബ്രുവരി 19 വരെ നോക്കിയിട്ട് ബാക്കിയുള്ള ഡേയ്സ് വേറെ ഫീൽഡും നോക്കാം എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ ഈ 1 വീക്ക് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നാട്ടിൽ വെച്ച് വന്ന ഏജൻസീസിൻ്റെ കൺസൾട്ടൻസീസിൻ്റെ മെയിൽ പോലും വരുന്നുണ്ടായിരുന്നില്ല. 1 വീക്ക് അപ്ലൈ ചെയ്തിട്ട് കോൾസും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ സംശയമുണ്ട് ഇനി അപ്ലൈ ചെയ്യുന്ന രീതിക്കകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ. പിന്നെ നമ്മളും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ കാണുമല്ലോ, അപ്ലൈ ചെയ്യുന്ന രീതിയിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കോൾസ് കിട്ടില്ല, ഇങ്ങനെ ചെയ്യുമോ അങ്ങനെ ചെയ്യുമോ എന്നുള്ള വീഡിയോസൊക്കെ. അപ്പോൾ മുമ്പ് എപ്പോഴോ കേട്ടത് ഓർമ്മ വന്നു. നമ്മൾ ഡയറക്റ്റ് കമ്പനിയുടെ മെയിൽ ID സെർച്ച് ചെയ്തെടുത്തിട്ട് അതിലേക്ക് മെയിൽ അയക്കും, CV മെയിൽ അയച്ച് ട്രൈ ചെയ്ത് നോക്കുന്നത്. നേരത്തെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് നാട്ടിൽ ജോലിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത സമയത്ത് ഇൻഡീഡിൽ ഓരോ വേക്കൻസീസ് സെർച്ച് ചെയ്തിട്ട് കാണുമ്പോഴും ആ വേക്കൻസീസ് ഏത് കമ്പനിയിലാണോ ഉള്ളത് ആ കമ്പനിയുടെ നെയിം ഞാൻ കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് ആ കമ്പനിയുടെ നമ്പർ എടുക്കാൻ നോക്കുമായിരുന്നു നാട്ടിൽ നിൽക്കുന്ന സമയത്ത്, നാട്ടിലെ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് തന്നെ ഞാൻ ഇവിടെയും ട്രൈ ചെയ്താലോ എന്ന് ചിന്തിച്ചു. അങ്ങനെ നമ്പർ എടുത്തിട്ട് ഞാൻ ഡയറക്റ്റ് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് വിളിക്കുമായിരുന്നു. അവരുടെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുമ്പോൾ അവർ പെട്ടെന്ന് അവരുടെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്ത് തന്നിട്ട് ഡയറക്റ്റ് വാട്സപ്പ് നമ്പറിലേക്ക് CV അയച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ യു എയിൽ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ ഈ 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. അതായത് ഡയറക്റ്റ് നമ്മൾ ഇൻഡീഡിൽ കാണുന്ന ആ ഒരു കമ്പനിയുടെ നെയിം അതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യും ഗൂഗിളിൽ പേസ്റ്റ് ചെയ്ത് കഴിയുമ്പം റിയലി അങ്ങനെ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. ഇൻ കേസ് കൺസൾട്ടൻസി ആണെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയുടെ അഡ്രസ്സോ അല്ലെങ്കിൽ വെബ്സൈറ്റോ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ കൺസൾട്ടൻസി ഏതാണ് അതുപോലെ ജെന്യൂൻ ആയിട്ടുള്ള വേക്കൻസി ഏതാണ് എന്നുള്ളതും
ഒരേ സമയത്ത് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു. കൂടുതലും ഇങ്ങനെ കയറിയിട്ട് വെബ്സൈറ്റ് കയറി ഏറ്റവും താഴെയായിട്ട് അവരുടെ മെയിൽ ID കൊടുത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ കോൺടാക്റ്റ് അസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. കോൺടാക്റ്റ് അസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കയറി അവരുടെ വാട്സപ്പ് നമ്പറോ അല്ലെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറോ എടുത്തിട്ട് ഡയറക്റ്റ് വിളിച്ച് നോക്കുമായിരുന്നു. സിമ്മിൽ പൈസ റീചാർജ് ചെയ്തിട്ടാലേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ നെറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കോൾ ചെയ്യാനുള്ള ബാലൻസും കയറ്റിയിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് ജോലി കണ്ടുപിടിക്കാൻ കഴിയത്തുള്ളൂ. അല്ലാതെ റീചാർജ് ചെയ്യുമ്പോൾ ഒരുപാട് പൈസയാകും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം ചിലവാക്കുക. അല്ലാതെ നമ്മൾ വിസിറ്റിംഗ് വിസയാണ് ഒരുപാട് ചിലവാക്കാതിരിക്കുക. മറ്റുള്ള കാര്യങ്ങൾക്ക് അനാമത്തായിട്ട് കളയാതെ സൂക്ഷിക്കാൻ നോക്കുക. ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആൻഡ് ദെൻ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ ഉണ്ടാവുന്ന മെയിൽ ID എടുത്ത് ആ മെയിൽ IDയിലേക്ക് നമ്മുടെ CV-യും അതോടൊപ്പം തന്നെ ജസ്റ്റ് ഇൻട്രൊഡക്ഷനോടെ ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുമായിരുന്നു. ഇത് തന്നെ ഞാൻ എല്ലാ വേക്കൻസീസിലും ചെയ്യും. അതായത് നമ്മൾ ഇന്ത്യയിൽ എത്ര വേക്കൻസീസ് കാണുന്നോ ആ വേക്കൻസീസിൻ്റെ എല്ലാം നെയിം, എല്ലാ കമ്പനീസിൻ്റെ പേരും സെർച്ച് ചെയ്തിട്ട് ഞാൻ ഇന്ത്യയിൽ ഒരെണ്ണം അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതേ സമയം തന്നെ ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി അഡ്രസ്സ് എടുത്ത് ഇമെയിൽ അഡ്രസ്സിലേക്കും അപ്പം തന്നെ അപ്ലൈ ചെയ്യും. ഇനി ചില കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറുമ്പോൾ അവർക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ കൂടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതായത് നിങ്ങളിപ്പം ഇങ്ങനൊരു വേക്കൻസി കണ്ട ഒരു കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറുന്ന സമയത്ത് കരിയർ എന്നുള്ള ഓപ്ഷൻ ഹോം പേജിൽ ഉണ്ടെങ്കിൽ കരിയർ എന്നുള്ള ഓപ്ഷനിലൂടെ കയറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും വേക്കൻസീസ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിലൂടെ കയറിയിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതും ഒരുപാട് എഫക്റ്റീവാണ്. ഈ ഒരു ടെക്നിക്കാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 100 ആപ്ലിക്കേഷൻ ഒരു ദിവസം അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഈ 100 ആപ്ലിക്കേഷൻ്റെയും മാക്സിമം മെയിൽ ID എടുത്ത് അതിലേക്ക് വളരെ ചെറിയൊരു ഇൻട്രൊഡക്ഷനും കൊടുത്ത് ഒരു ബ്രീഫായിട്ടൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് CV അറ്റാച്ച് ചെയ്തിട്ട് സെൻഡ് ചെയ്യും. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മേ ബി നേരത്തെയും കേട്ടിട്ടുണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും. എന്നാൽ ചില കമ്പനിയുടെ വെബ്സൈറ്റിൽ നമ്മൾ കയറുന്ന സമയത്ത് മെയിൽ ID ആ ഒരു വെബ്സൈറ്റിൽ കാണണമെന്നില്ല. ഇവിടെയാണ് ഞാൻ വേറൊരു ടെക്നിക്ക് യൂസ് ചെയ്തത്. ഇവിടെ പല കമ്പനികളുടെയും ഫേസ്ബുക്ക് ID വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. എനിക്കത് മനസ്സിലായത് ഞാൻ പല വേക്കൻസീസിൻ്റെയും കോപ്പി പേസ്റ്റ് ചെയ്ത് കമ്പനിയുടെ വെബ്സൈറ്റിൽ കയറി കഴിയുമ്പോൾ അവരുടെ മെയിൽ IDs താഴെ കാണാറില്ല. അങ്ങനെയുള്ള സമയത്ത് സോഷ്യൽ മീഡിയ അവർ ഏതൊക്കെ സോഷ്യൽ മീഡിയകളിൽ അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്തിട്ട് അങ്ങനെ അവരുടെ സോഷ്യൽ മീഡിയയിൽ കയറി. മെയിൻലി ഞാൻ യൂസ് ചെയ്തത് ഫേസ്ബുക്കാണ്. ഇവരുടെ ഫേസ്ബുക്കിൽ ഇമെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കയറിയിട്ട് ഇമെയിൽ ID എടുത്തിട്ട് പിന്നീട് CV അയക്കുമായിരുന്നു. ഇങ്ങനെ പല ടെക്നിക്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. എനിക്കറിയില്ല ഇങ്ങനെ ഫേസ്ബുക്കിൽ കയറി ഇമെയിൽ ID എടുത്തിട്ട് നിങ്ങൾ അയക്കാറുണ്ടോ എന്ന്. എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത്. അതുപോലെ ലിങ്ക്ഡിനിലും ഇങ്ങനെ പല ടെക്നിക്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അതും ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇപ്പം തന്നെ ഇത് ലോങ് വീഡിയോ ആയിട്ടുണ്ട്. ദെൻ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മൊബൈൽ ഡേറ്റ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഇൻ കേസ് ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തും നമുക്ക് വേക്കൻസികളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് പോയിട്ട് വരുന്ന സമയം വരെ ഡേറ്റ ഇല്ലെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല. നാളത്തെ ഇൻ്റർവ്യൂ നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഷുവർ അല്ല. സോ ആ ഒരു സമയത്തും ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്ത ദിവസം നാളെ ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ പിറ്റേ ദിവസത്തേക്കും ഇൻ്റർവ്യൂ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ ഡേറ്റ ചെയ്തതിന് ശേഷം എനിക്ക് വന്ന മറ്റൊരു ബെനിഫിറ്റാണ്, ഞാൻ പോകുന്ന വഴിക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്കും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടും ഇൻ്റർവ്യൂ സെലക്റ്റായി അല്ലെങ്കിൽ പോസിറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ പോലും ഞാൻ ഇരുന്ന് അപ്ലൈ ചെയ്യുമായിരുന്നു, വീണ്ടും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ചില ഇൻ്റർവ്യൂസൊക്കെ ഓക്കെ ആയി എന്ന് ഫീൽ ആയാലും തിരിച്ച് വരുന്ന വഴിക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ തന്നെ എനിക്ക് പിറ്റേ ദിവസത്തേക്കുള്ള ഇൻ്റർവ്യൂ ഓക്കെ ആകും. അങ്ങനെ നമ്മൾ ഒരു ഫ്ലോയിൽ ഹാർഡ് വർക്ക് ചെയ്ത് മാക്സിമം അതിൽ തന്നെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻ്റർവ്യൂ കോൾസ് നമുക്ക് കിട്ടും. അല്ലാതെ ഒരുപാട് അയച്ചു എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് തന്നെയാണ് ദോഷം വരുന്നത്. ഒരു 10-30 എണ്ണം അയക്കുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പം 100 എണ്ണം അയച്ചതിൻ്റെ ഒരു ഫീൽ വന്നേക്കും. അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ എണ്ണി നോക്കുക, ഒരു ദിവസം ഒരു 100-150 ഒക്കെ അയച്ചാലായിരിക്കും നമുക്ക് ചിലപ്പം ഒരു 1-2 കോൾസൊക്കെ കിട്ടുന്നത്.
അപ്പോൾ ഒത്തിരി അയച്ചതായിട്ട് ഫീൽ വരുവാണെങ്കിൽ അപ്പോഴേ കയറി എണ്ണി നോക്കുക, എന്നിട്ട് മനസ്സിലാക്കുക ഒന്നും ആയിട്ടില്ല എന്ന്. എനിവേ, ഇതാണ് എൻ്റെ UAE വന്നിട്ട് ജോബ് ഹണ്ട് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എൻ്റെ സ്റ്റോറിയൊക്കെ ഷെയർ ചെയ്യാവുമെന്ന് ആരൊക്കെയോ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റോറി. ആൻഡ് ഇതിൽ തന്നെ കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതെല്ലാം വരുന്ന വീഡിയോസിലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എല്ലാവരുടെയും മെസ്സേജിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ജോലി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓഫീസ് ടൈമിൽ എനിക്ക് റിപ്ലൈ തരാനായിട്ട് കഴിയുന്നില്ല. എനിവേ, സാറ്റർഡേ സൺഡേ ഓഫ് ഡേയിൽ ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് വീഡിയോസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ, വീഡിയോയിലെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്ത് അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്